ദേ ഇതാട്ടോ ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഒരു മോഡൽ. ഇത് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ നാളുകളായിട്ട് ഞാൻ നോക്കി നടക്കുന്ന ഒരു ഹോട്ട് വീൽസിൻ്റെ ഒരു മോഡലുണ്ട്. അത് ഇതുവരെയായിട്ടും എൻ്റെ കിട്ടിയിട്ടില്ല. അതൊരു മെഴ്സിഡീസ് ബെൻസാണ്. അപ്പം ഇത് എന്താ പറയുക, നമ്മുടെ മാച്ച് ബോക്സ് വന്നപ്പം എനിക്ക് ഭയങ്കരമായിട്ടും ആഗ്രഹം ഉണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും നമ്മളിത് ഒപ്പിക്കണം, മീൻസ് എവിടെന്നെങ്കിലുമൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് കിട്ടണം, നമ്മുടെ ഗാരേജിൽ കൊണ്ടുവരണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഇപ്പം നമ്മുടെ ഗാരേജിലെത്തി. എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ഒരുപാട് അധികം നമ്മൾ പറയേണ്ടി വരും. പ്രത്യേകിച്ച് നമ്മുടെ മെഴ്സിഡീസ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ബെൻസ് എന്ന് പറഞ്ഞിട്ട് മോഡൽ. പണ്ട് ഞാനൊക്കെ കുഞ്ഞായിരുന്നപ്പം എല്ലാവരും അല്ലെങ്കിൽ ഒരു കാറിൻ്റെ അവസാന വാക്ക് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഇപ്പോഴും ചിലവരൊക്കെ പറയും, ഇപ്പം BM ഓടി എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ കുഞ്ഞ് അല്ലെങ്കിൽ ഒരു ചെറിയ പ്രായത്തിൽ അന്ന് കാറുകളുടെ അവസാനം നമുക്കറിയാമെന്ന് വെച്ചാൽ ബെൻസാണ്. അതുകൊണ്ടിട്ട് തന്നെ ആവാം ഒരുപക്ഷെ ഇതിനോട് എനിക്ക് മെഴ്സിഡീസ് ബെൻസ് എന്ന് പറയുന്ന ബ്രാൻഡിനോട് എനിക്ക് ഭയങ്കര പ്രാന്താണ്. ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോട്ട് വീൽസിൻ്റെ ഒരു മോഡലുണ്ട്, എനിക്കിപ്പോഴും കിട്ടിയിട്ടില്ല. പക്ഷേ അതേസമയം നമ്മുടെ മെജോറിറ്റിയുടെ ബ്രാൻഡ് ഒരു കാർ ഇരിപ്പുണ്ട്. ഇപ്പം മാച്ച് ബോക്സിൻ്റെ ഇതിപ്പോൾ രണ്ടാമത്തെ മോഡലാണ്. ഹോട്ട് വീൽസിൻ്റെ നമ്മുടെ 2 മോഡൽ ഇരിപ്പുണ്ട്. പക്ഷെ എന്നാലും ആ ഒരു മോഡൽ എനിക്കിതിലായിട്ട് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ മെജോറിറ്റിയുടെ ഒരു പുതിയൊരു മോഡൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, ഒരു ബ്ലാക്ക് കളറ്. അത് നമ്മൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കും. ഇനി ഇതിലോട്ട് വരാം. ഇതൊരു മാച്ച് ബോക്സിൻ്റെ കിഡിലൻ കാസ്റ്റിംഗ് എന്ന് വെച്ചാൽ കിഡിലൻ കാസ്റ്റിംഗ് ആണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു BM കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു പർപ്പിൾ കളറ്. അതിനേക്കാൾ എനിക്കിഷ്ടപ്പെട്ടത് ഇത് തന്നെയാണ്. പ്രത്യേകിച്ച് ഫ്രണ്ടിലത്തെ ഗ്രില്ല് നോക്കി എങ്ങനെയുണ്ട്, അടിപൊളി. അത് വരച്ച് വെച്ചിരിക്കുകയാണെങ്കിലും അടിപൊളി ഡീറ്റെയിലിംഗ് എന്ന് വെച്ചാൽ അടിപൊളി ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ. പ്രത്യേകിച്ച് അതിൻ്റെ സീറ്റൊക്കെ നോക്കി ഈ ഒരു കളർ വന്നപ്പം ഒന്നും കൂടെ എനിക്ക് പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം. ഒരു ഗോൾഡൻ യെല്ലോ കളറാണെങ്കിലും നല്ല രീതിയിൽ എടുത്തറിയുന്നൊരു മോഡലാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ചിലപ്പം കിട്ടിയാൽ ഇത് വിട്ട് കളയത്തില്ല. അത്രയും ഭയങ്കര ഡീറ്റെയിലിംഗ്, ഭയങ്കര അടിപൊളി കാസ്റ്റിങ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. ബാക്കിൽ നോക്കി ജസ്റ്റ് ഒരു AMG എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ടെയിൽ ലൈറ്റ്, എനിക്ക് തോന്നുന്നു ബാക്കിൽ വേറെ ഒന്നുമില്ല. ബാക്കിൽ ലോഗോ ഉണ്ട്, ചെറുതായിട്ട് ലോഗോ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലും ഈ പറയുന്ന പോലെ ലോഗോ കൊടുത്ത് അടിപൊളിയാക്കി വെച്ചിരിക്കുക കേട്ടോ. ഭയങ്കര ഡീറ്റെയിൽ എന്ന് വെച്ചാൽ ഭയങ്കര ഡീറ്റെയിൽ. ബോണറ്റിൽ വന്നിരിക്കുന്ന ലോഗോ ഉണ്ടോ, കറക്റ്റായിട്ട് കാണുന്നുണ്ടോ? ഉണ്ട്, കണ്ടോ? നല്ല അടിപൊളി കാസ്റ്റിംഗ്. ഭയങ്കര വെയിറ്റ് ഒന്നും ഇല്ലെങ്കിൽ പോലും കിട്ടില്ല സാധനമാണ് കേട്ടോ, അടിപൊളിയാണ്. എനിക്ക് മാച്ച് ബോക്സ് എൻ്റെ ഒരു അഭിപ്രായമാണ്, ഹോട്ട് വീൽസിനേക്കാൾ കൂടുതൽ എനിക്കൊന്ന് മാച്ച് ബോക്സിൽ ഉള്ള കാറുകൾക്ക് കുറച്ചും കൂടെ ഡീറ്റെയിലിംഗ് ഉണ്ട്, കിട്ടാൻ കുറച്ചും കൂടെ എന്താ പറയുക എളുപ്പമാണ്, അവൈലബിലിറ്റി കുറച്ചും കൂടെ കൂടുതലാണെന്ന് തോന്നുന്നുണ്ട്. ഈ പറയുന്ന നമ്മുടെ ഹോട്ട് വീൽസിനേക്കാൾ ഡീറ്റെയിലിംഗ് ഉണ്ട്. ഇപ്പം നമ്മുടെ കൂട്ടുകാരോട് കുറച്ച് പേരോട് പറയുമ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു, ഈ ഹോട്ട് വീൽസൊക്കെ നിർത്തിയിട്ട് നമുക്ക് ഈ മാച്ച് ബോക്സിലോട്ട് കയറിയല്ലോ. കാരണം എല്ലാവരും നമ്മൾ ഈ കളക്ട് ചെയ്യാൻ കാരണം ഈ കാറുകളോടുള്ള ഭയങ്കര ഇഷ്ടം കാരണമായിരിക്കുമല്ലോ അല്ലേ. അപ്പം ചിലപ്പം അതാവാം, എനിക്ക് തോന്നുന്നു. എനിക്കും അങ്ങനെ പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട്. ഞാനും കൂടുതൽ കാറുകൾ കളക്ട് ചെയ്യുന്ന മെജോറിറ്റിയുടെ കേട്ടോ. കാരണം ഒന്ന്, നമുക്ക് നല്ല നല്ല ഭംഗിയുള്ള ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു കാറുകൾ ഇറക്കും. ഇപ്പോൾ കുറച്ചായിട്ട് അവർ മോശമായിട്ടാണ് ഇറക്കുന്നത്, എന്നാലും ഒരു 399 ഒക്കെ അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ കയ്യിലൊരു 2 JDM കാർ ഇരിപ്പുണ്ട്. ഉടനെ തന്നെ നമ്മളൊരു കാറും കൂടെ മേടിക്കും കേട്ടോ, JDM സീരീസിൽ വരാനായിട്ട്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഈ കാറിനെ കുറിച്ച് പറയാമല്ലോ. ഇത് ഇത്രേ ഉള്ളൂ. സൈഡ് പ്രൊഫൈൽ എന്ന് പറയുമ്പം ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. എങ്ങനെയുണ്ട് കാണാനായിട്ട്? 2 ഡോറാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഫ്രണ്ട് നോക്കിയേ, ഇത്രേ ഉള്ളൂ. ഇനി താഴത്തോട്ട് വരുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. പക്ഷെ എന്നാലും കൊള്ളാം കേട്ടോ. സൈഡൊക്കെ ഈ ബാക്ക് വശമൊക്കെ നോക്കി അടിപൊളിയല്ലേ കാണാനായിട്ട്. താഴത്തൊക്കെ പ്ലാസ്റ്റിക്കാണ്, ടയറും കൊള്ളാം കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് ശരിക്കും AMGയുടെ ടയർ ഇങ്ങനെയാണോ? നമ്മുടെ കയ്യിലൊരു മെജോറിറ്റിയുടെ ഇരിപ്പുണ്ട്, അതിൻ്റെയും ടയർ ഇങ്ങനെ തന്നെയാണ്. കുഴപ്പമില്ല. ഇത്ര ഉള്ളൂ കാണാൻ. എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായ മറക്കാതെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുമാത്രമല്ല, നമ്മുടെ കയ്യിൽ കുറച്ച് അടിപൊളി മോഡൽസ് ഇനി വരാനായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ രണ്ടാമത്തെ കേസ്, നിങ്ങൾക്ക് ഇതുപോലുള്ള ഏതെങ്കിലും കാറുകൾ കാണണമെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഗാരേജിൽ ഇല്ലെങ്കിൽ പോലും നമ്മൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് മേടിച്ചിട്ടാണെങ്കിൽ നിങ്ങളെ കൊണ്ടുവന്ന് കാണിച്ചു തരും, ഉറപ്പായിട്ടും കാണിച്ചു തരും, നമ്മുടെക്ക് പറ്റുന്നതാണെങ്കിൽ. അപ്പം നിങ്ങൾക്ക് ഏതാ ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഏതാ കാറ് കാണേണ്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഞാൻ തീർച്ചയായിട്ടും നമുക്ക് പറ്റുന്നതാണ് നമ്മൾ കൊണ്ടുവന്ന് കാണിച്ചു തരും. പിന്നെ അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം.
പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടിക്കണം കേട്ടോ. അപ്പം ശരി, ബായ്.